Hello all, ഞാൻ Nakul. I'm a faculty of iLearnIAS Academy. So നമ്മൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു ലാസ്റ്റ് 14 ഡേയ്സ് കൊണ്ട് നമ്മൾ CSATൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. First one and the base one is you need to know the basics. You need to know the basics of each and every topics of the CSAT. അതിപ്പോൾ റീസണിങ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും കോംപ്രിഹെൻഷൻ ആണെങ്കിലും എല്ലാ ടോപ്പിക്സിൻ്റെയും ബേസിക്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം യു കാൺട്ട് അഫോർഡ് ടു ലൂസ് എനി ടോപ്പിക് ഇൻ ദി CSAT. ഓക്കെ, ബേസിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ടൈപ്സ് ഓഫ് ഏരിയാസ്. ദി ഫസ്റ്റ് വൺ ഇസ് എ കീ ഏരിയ ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് കൺസിസ്റ്റന്റ് ഏരിയ. കീ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 60% ഓഫ് ദി ടോപ്പിക്സും ചോദിക്കുന്നത് ഈ രണ്ട് ഏരിയാസിൽ നിന്നാണ്. ഫസ്റ്റ് വൺ ഇസ് നമ്പർ സിസ്റ്റം ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് പെർമുട്ടേഷൻ കോമ്പിനേഷൻ. ഇതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പെർമുട്ടേഷൻ കോമ്പിനേഷനിലാണ്. ബിക്കോസ് പെർമുട്ടേഷൻ കോമ്പിനേഷൻ വിൽ ഗീവ് യു എ മോർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആർ മോസ്റ്റ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ബേസിക് ക്വസ്റ്റ്യൻസ്. കാരണം അത് കുറച്ചൊരു അഡ്വാൻസ് മാത്ത് ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചും കൂടെ ഒരു നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൻ്റെ നിന്ന് ചോദിക്കുന്നത്. ബട്ട് നമ്പർ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്കുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ അത് ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ പാടാണ്. ബിക്കോസ് നമ്പർ സിസ്റ്റം കുറച്ചും കൂടെ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ ഇസ് ദി കൺസിസ്റ്റന്റ് ഏരിയാസ്. കൺസിസ്റ്റന്റ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും മിനിമം ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് നിന്ന് ഷുവർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ നമുക്ക് 4 ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോഡിംഗ് ഡീകോഡിംഗ്, സെക്കൻഡ് വൺ കാലണ്ടേഴ്സ്, തേർഡ് വൺ ഡേറ്റ സഫീഷ്യൻസി ആൻഡ് ഫോർത്ത് വൺ വർക്ക് ആൻഡ് ടൈം. ഡേറ്റ സഫീഷ്യൻസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് കോഡിംഗ് ഡീകോഡിംഗ്. കോഡിംഗ് ഡീകോഡിംഗ് റീസണിംഗിൽ തന്നെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ടോപ്പിക് ആണ്. അത് ഇതുവരെ UPSC ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയാണ്. നെക്സ്റ്റ് വൺ ഇസ് വർക്ക് ആൻഡ് ടൈം. വർക്ക് ആൻഡ് ടൈം ക്വാണ്ടിറ്റേറ്റീവിൽ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അതിന് ആ വർക്ക് ആൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻസിൽ UPSC പൊതുവെ കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ കുറച്ച് തെറ്റുകൾ വരുത്താറുണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ. അപ്പം അത് നിങ്ങളൊന്ന് കുറച്ച് നോക്കാനുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കാലണ്ടേഴ്സ്. കാലണ്ടേഴ്സിൽ നിന്ന് നമുക്ക് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം UPSC നമ്മുടെ അക്കാഡമീസ് തരുന്ന യൂസ് ചെയ്ത ലോജിക്കിനെക്കാട്ടിലും കുറച്ചൊരു ഡിഫറെൻറ്റ് ലോജിക്കാണ് UPSC യൂസ് ചെയ്തത്. പക്ഷെ എന്നാലും നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ള ഒരു 4 ടോപ്പിക്കാണ്. കാരണം ഈ 4 ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത്രയും നിങ്ങൾ തറവാണ്, നിങ്ങളുടെ ബേസ് ഫുൾ തറവാണ്, നിങ്ങളുടെ കൺസിസ്റ്റന്റ് ഏരിയാസും കീ ഏരിയാസും നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 14 ദിവസം എന്തായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് 2013 മുതൽ 2023 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും PYQ UPSC PYQസും നിങ്ങൾ തറവായിരിക്കണം. കാരണം ലാസ്റ്റ് ഇയർ 2023 നമുക്കൊരു കുറച്ചൊരു ഹയർ ലെവൽ ഓഫ് ഒരു പെർമുട്ടേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ ദാറ്റ് വാസ് ദി സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഫ്രം 2015. അതുകൊണ്ട് തന്നെ നിങ്ങൾ you must be sure and you must be thorough with all questions starting from 2013. അതിന് റിലേറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ അനലോഗസ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും യു മസ്റ്റ് ബി ഷുവർ ദാറ്റ് ഓക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിൽ 30 സെക്കൻഡ്സിന് താഴെ നമുക്ക് ടൈം എടുക്കാവുള്ളൂ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 66 മാർക്സ് മതി. 200 മാർക്സിൽ 66 മാർക്സ് മതി. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 66 മാർക്സ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനുസരിച്ച് മോഡൽ ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ ഒരു ഐഡിയൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് യു മസ്റ്റ് ഡു 26 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 1 അവർ കൊണ്ട് 26 ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സേഫ് സോണിലേക്ക് എത്തണം. അങ്ങനെ എത്താൻ പറ്റിയാൽ പിന്നെ ഒരു 1 മണിക്കൂർ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നിങ്ങളുടെ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരിക്കലും ഒരു 26, 27 അല്ലെങ്കിൽ 30, 35 ക്വസ്റ്റ്യനിൽ നിർത്തരുത്. യു മസ്റ്റ് ഗിവ് യുവർ അറ്റംപ്റ്റ് മോർ ദാൻ 40 ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ 0.66 അല്ല, അതേപോലെ 0.8 പോകും. അപ്പോഴത്തേക്കും നമുക്ക് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് മാർക്സ് അതേപോലെ തന്നെ താഴേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അതേപോലെ നിങ്ങൾ ക്വാണ്ടും റീസണിങ്ങിലും അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത് ആ നെഗറ്റീവ്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക.
കാരണം CSAT ഇറ്റ് ഇസ് ഓൾ അബൌട്ട് യുവർ ആക്യുറസി. നിങ്ങളുടെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യണം. അതേപോലെ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഒരു നിങ്ങളുടെ ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾക്ക് വരിക. കാരണം നമുക്കറിയാലോ, നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് ടഫ് ആയിക്കൊണ്ട് വരുവാണ്. അപ്പം ആ ഒരു ടഫ്നെസ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അത് കൂടാതെ നിങ്ങൾ ഉച്ച സമയമാണ്, ഫുഡൊക്കെ കഴിച്ചിരിക്കുമായിരിക്കും. സോ യു വിൽ ബി ടയേർഡ്. സോ ആ ഒരു ടയേർഡ്നെസ് അതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ അത് നല്ലോണം അഫക്റ്റ് ചെയ്യും. സോ അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി കണ്ടിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഡോണ്ട് ബി പാനിക്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UPSC സെറ്റിംഗ് ഇറ്റ് അറ്റ് 10th level. 10th level എന്നാണ് UPSC പറയുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹയർ ലെവലിലേക്ക് കാണാൻ പറ്റുമെങ്കിലും UPSC ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഒരു ഈസി 20-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്ത് പിക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതായിരിക്കണം നിങ്ങളുടെ ലാസ്റ്റ് 14 ഡേയ്സിൻ്റെ നിങ്ങളുടെ schedule. So that's all for today. Thank you. Come and join iLearnIAS and feel the difference.